ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെ കണ്ട് കൈകൾ കൂപ്പുന്നതും, നിങ്ങൾ എന്നെ കണ്ട് ഇങ്ങനെ ഭവ്യത കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ കൊച്ചുമോളുടെ ഭർത്താവ് തന്നെയാണ്, തലയിൽ ആൾതാമസമില്ല എന്ന് നിങ്ങളും നിങ്ങളുടെ കൊലയാളി മോനും കൂടി പലതവണ പറഞ്ഞിട്ടുള്ള ഉണ്ണി എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കതൊന്നും ഓർമ്മയില്ല എന്ന് മുത്തശ്ശി പറയുന്നതും, നിങ്ങൾ സാധാരണ ഭാര്യ വീട്ടുകാരും മരുമക്കളെ അങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കാറില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ടെന്ന് ഉണ്ണി പറയുമ്പോൾ, അയ്യോ മോനെ, അതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. കാരണം മോൾക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ, അവളെ നീ ഒരിക്കലും കൈവിടരുതെന്ന് പറയുമ്പോൾ, അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുണ്ടല്ലോ, നിങ്ങൾ അവരെ രണ്ടുപേരെയും താരാട്ട് പാടി ഉറക്കിയാൽ മതി എന്നെല്ലാം ഉണ്ണിയെ കളിയാക്കി കൊണ്ട് പറയുമ്പോൾ, അവൾ കരഞ്ഞ് ഒരു പരുവമായി എന്നും ഇന്നലെ രാത്രി പോലും മോൾ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അവൾക്ക് എന്നെ ഒരു വിലയില്ലല്ലോ, ഭയങ്കര പുച്ഛാണല്ലോ, അരയ്ക്ക് താഴേക്ക് തളർന്ന് കണ്ണേട്ടനെയാണല്ലോ അവൾക്ക് വില എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോട്. അയ്യോ, അത് മോള് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ, അപ്പോൾ പ്രായത്തിൽ കൂടുതൽ പക്വതയുള്ള അവളുടെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ പറഞ്ഞതോ, അതൊക്കെ ഞാൻ പലതവണ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ മോനെ, അതിനൊക്കെ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ തന്നെ അവസരം മുതലെടുത്തുകൊണ്ട് തൻ്റെ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ണി ചെയ്യുന്നത്. അതായത്, നിങ്ങളുടെ കൊച്ചുമോൾക്ക് 150 പവൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടും പറവും എനിക്ക് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്തു വേണമെങ്കിലും ചോദിച്ചാൽ തരാമെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാണെന്നും ഉണ്ണി പറയുമ്പോൾ, തരാം എന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുൻപ് തന്നെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് തരാമോ എന്നും ഉണ്ണി ചോദിക്കുമ്പോൾ അതും മുത്തശ്ശി സമ്മതിക്കുന്നുണ്ട്. നീ അവളെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ, ഉണ്ണിയോ കണ്ണൻ്റെയോ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നിരിക്കും. കരണമോളോട് പോലും പറയേണ്ട, ചെവി അറിയാതെ ഞാനത് നിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കും എന്ന് തന്നെ മുത്തശ്ശി വാക്കു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ഞാനും ആലോചിക്കാം എന്ന് ഉണ്ണി പറയുന്ന സമയത്ത് തന്നെ, എന്താലോചിക്കാമെന്ന്, ഇവരുടെ കൊച്ചുമോളെ ഇങ്ങോട്ട് കയറ്റുന്ന കാര്യമാണോ, ഇവരെ ആട്ടി ഇറക്കി വിടണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഉണ്ണി, പിന്നെ നീ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ, മോളെ ദുർഗയെ ചതിക്കരുത്, ഉണ്ണിക്കുട്ടൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാനത് അവന് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാൻ നാണമില്ലേ, ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് ആകെ 5-6 വർഷമാണ്, അത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മോൻ എൻ്റെ കഴുത്തിൽ താലി എറുത്തില്ലേ, എന്നിട്ടും ചതിയുടെ കണക്ക് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളത്, ചതി മാത്രം ചെയ്ത് ശീലിച്ചവരല്ലേ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ആട്ടി വിടുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവരെ ആട്ടിപ്പായച്ചു വിടാൻ എന്ന് ദുർഗ ചോദിക്കുന്നതും, കണ്ണേട്ടനെ നോക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചത്, അല്ലാതെ അമ്മയുടെ പേരിൽ സ്വന്തമായിട്ട് എന്തുണ്ട്, കണ്ണേട്ടൻ ഇറക്കി വീട്ടിൽ അമ്മ എവിടേക്ക് പോകും, കരുണയുടെ മുത്തശ്ശിയുടെ വീടും പറമ്പും കണ്ണായ സ്ഥലത്താണ് കിടക്കുന്നത്, അവരത് എനിക്ക് എഴുതി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, എന്നാലും നിന്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണ് കരുണ എന്ന് ദുർഗ പറയുന്നതും, പണത്തിന് പണം തന്നെ വേണം അമ്മേ, ഏതായാലും ഞാൻ അവളെ കെട്ടി, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടാൽ എന്തും അവർ തയ്യാറാൻ തയ്യാറാകും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, കണ്ണൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് ദുർഗ പറയുന്നതും, കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും എതിരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവർ നമ്മളെ ഇറക്കി വിട്ടില്ലല്ലോ, ഇനിയും അതുണ്ടാകാൻ പോടില്ല, മാത്രമല്ല കരുണ കണ്ണേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ, എന്തായാലും അവരവളെ തള്ളിക്കളയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, നമ്മളിനി കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ നിൽക്കണം, അവരുടെ നന്മ തിരിച്ചറിയണം, എനിക്കിപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഒരു താല്പര്യവും ഇല്ല മോനെ, അവരെ സ്നേഹിച്ച് കൂടെ നിന്നു കഴിഞ്ഞാൽ കണ്ണനും ലക്ഷ്മിയും നിനക്ക് എന്ത് വേണമെങ്കിലും തരും, മഞ്ജുവിനും സാഗറിനും വേണ്ടതെല്ലാം കണ്ണൻ കൊടുക്കുന്നുണ്ടെന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അങ്ങനെ കൈ നീട്ടി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല, ഞാൻ എന്തായാലും ഇത് തീരുമാനിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് തിരിച്ചെത്തുന്ന കരുണയോട്, ഉണ്ണി മോളെ സ്വീകരിക്കാം എന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഉണ്ണിയുടെ സ്വഭാവം ശരിക്കറിയാവുന്ന കരുണയ്ക്കാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് മോള്
ഇനിയിപ്പോൾ മോൾക്ക് കമലേശ്വരത്തേക്ക് തിരികെ കയറണമെങ്കിൽ കണ്ണനും ലക്ഷ്മിയും വിചാരിക്കണമെന്നും അതുകൊണ്ട് മോള് ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണണമെന്നും നമ്മുടെ കേസിനത് ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ കണ്ണൻ നഷ്ടപരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ വിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? അങ്ങനെ സ്വത്തുക്കളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ മോള് പോലും മോളുടെ അച്ഛനെയും ഈ മുത്തശ്ശിയൊക്കെ വെറുക്കും. അവരുടെ സിമ്പതി പിടിച്ചു പറ്റിയാൽ ദുർഗ പോലും ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്നെല്ലാം പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അതിന് തയ്യാറാവുകയാണ് കേട്ടോ കരുണ. ശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന കരുണയെ വലിച്ചു കീറുന്നുണ്ട് ലേഖയും മഞ്ജുവും കൂടിയിട്ട്. അവരാണെങ്കിൽ കരുണയെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കരുണയെ ഒന്ന് മുഖാമുഖം മഞ്ജു കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് അവളെ ശരിക്കും വറുത്ത് കോരുന്നുണ്ട് കേട്ടോ മഞ്ജുവും ലേഖയും കൂടിയിട്ട്. തുടർന്ന് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഉണ്ണിയേട്ടൻ എന്നെ ഇനിയിപ്പോൾ തള്ളിക്കളയാൻ പാടില്ല, ഉണ്ണിയേട്ടനെ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണം എന്നെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരുണ പറയുമ്പോൾ അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല, പക്ഷേ അതിന് കണ്ണേട്ടൻ കൂടി വിചാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. മഞ്ജുവിനാണെങ്കിൽ എന്നിട്ടും കലി അടങ്ങുന്നില്ല. അന്ന് നിന്നെ കണ്ടപ്പോൾ നിനക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റിയില്ല, അന്ന് നിൻ്റെ മുത്തശ്ശി എന്നെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കൈക്കുഞ്ഞായിരുന്നു എന്നെല്ലാം കരുണ അതുകൊണ്ട് തന്നെ എന്നെ ശിക്ഷിച്ചിട്ട് എന്തിനാ എന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാനും കൈക്കുഞ്ഞായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളൊന്നും അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ നീ ഏട്ടത്തിയോടെ എന്താടി ചെയ്തത് എന്നെല്ലാം മഞ്ജുവും ലേഖയും കൂടി ചോദിക്കുമ്പോൾ അത് പിന്നെ അന്ന് എന്നെ വീട്ടുപണികളൊക്കെ ചെയ്യിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണെന്ന് കരുണ പറയുമ്പോൾ വീട്ടുപണി ചെയ്യിച്ചാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? മഹിയുടെ അമ്മ അവർക്ക് അവരുടെ ചെറുപ്പകാലം തൊട്ട് നിൻ്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, മഹിയും അവരോടൊപ്പം കൂടി അടുക്കള പണികളൊക്കെ ചെയ്യാറില്ലേ, പിന്നെ എന്താടി നിനക്ക് ചെയ്താൽ എന്ന് ചോദിച്ചുകൊണ്ട് ലേഖയും കരുണയ്ക്ക് നല്ലത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് മഹി വീണ്ടും പറയുന്നുണ്ട്, ഉണ്ണി നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം അറുത്തു മാറ്റാനൊന്നും ഞങ്ങൾ ശ്രമിക്കില്ല, ഞങ്ങൾക്കതിൽ താല്പര്യവുമില്ല എന്നും മഹി പറയുമ്പോൾ കണ്ണേട്ടൻ ഇപ്പോൾ കാണിച്ചതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണേട്ടൻ ഈ ഒരു തീരുമാനത്തിനോട് യോജിക്കില്ല. മാത്രമല്ല ഉണ്ണിയേട്ടൻ നിന്നെ സ്വീകരിക്കാനും പോകുന്നില്ല. അമ്മായിയമ്മയും എല്ലാവരും ചേർന്ന് ഇപ്പോൾ നിന്നെ ഇളക്കി വിട്ടിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് മഞ്ജു ആണെങ്കിൽ ദേഷ്യം അടക്കാൻ കഴിയാതെ കരുണയെ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ ലേഖയാണെങ്കിലും വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് നിന്നെ തള്ളി താഴെ ഇടില്ലെന്നില്ല എന്നും മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്